നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലും കേരളത്തിലും 2026 മെയ് മാസമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. 234 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. 39 ലോക്സഭാ മണ്ഡലങ്ങൾ. കേരളത്തിൽ 140 നിയമസഭാ സീറ്റുകളും 20 ലോക്സഭാ മണ്ഡലങ്ങളും. കൃത്യമായ നീക്കമാണ് ഇപ്പോൾ AICC നേതൃത്വം നൽകുന്നത്. തമിഴ്നാട്ടിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സ്റ്റാലിനുമായി ചർച്ച നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ആരായും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം മാത്രമല്ല, കേവലം സീറ്റുകൾ മാത്രമല്ല, അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭ പ്രാതിനിധ്യം ഉൾപ്പെടെ ഉറപ്പുവരുത്താൻ കരുണാനിധിയുടെ മോഡൽ ഇംപ്ലിമെൻ്റ് ആക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ആലോചന. കേരളത്തിൽ വലിയ രീതിയിൽ UDF അനുകൂല വികാരമാണെന്ന് ഇന്ത്യ ടുഡേ സർവേ ഉൾപ്പെടെ വിവരിക്കുമ്പോൾ അത് കോൺഗ്രസിനൊരു ബൂസ്റ്റർ ഡോസായി മാറുകയാണ്. എന്നാൽ തമിഴ്നാട്ടിലെ കാര്യം അങ്ങനെയല്ല. അവിടെ വിജയിയുടെ തമിഴക വെട്രിക്കഴകം ഉൾപ്പെടെ രംഗത്ത് വരുമ്പോൾ AIDMKയുമായി ഉള്ള സഹകരണം ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അണ്ണാമലൈ BJPയെ നയിക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിൽ കൂടുതലുണ്ടായെങ്കിലും അണ്ണാമലൈ അടക്കം എല്ലാവരും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. കൃത്യനിഷ്ഠയോടെയാണ് സ്റ്റാലിൻ DMKയെ അവിടെ വിജയത്തിലേക്ക് എത്തിച്ചത്. 23 സീറ്റുകൾ DMK നേടിയപ്പോൾ 9 സീറ്റുകൾ കോൺഗ്രസ് നേടുകയും സഖ്യകക്ഷികൾ എല്ലാം ചേർന്ന് 39-ൽ 39 സീറ്റും തൂത്തുവാരുകയും ചെയ്തു. കേരളത്തിലാണെങ്കിലോ 18 സീറ്റുകളും കോൺഗ്രസ് സഖ്യം തൂത്തുവാരി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കർണാടകയും തെലങ്കാനയും അപേക്ഷിച്ച് രണ്ടിടത്തും അധികാരത്തിൽ കോൺഗ്രസ് ഉള്ള സംസ്ഥാനങ്ങളാണ് എന്നത് ഒഴിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കത്തക്ക രീതിയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. തെലങ്കാനയിൽ കൃത്യമായും 17 ലോക്സഭാ സീറ്റിൽ 8 വീതം കോൺഗ്രസും BJP നേടിയപ്പോൾ 1 AIMIM നേടി എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതിവിവര കണക്ക്. എന്നാൽ ഇപ്പോഴത്തെ ലോക്സഭാ സീറ്റിൻ്റെ ലീഡ് നില ഉൾപ്പെടെ നോക്കിയാണ് കോൺഗ്രസ് കൃത്യമായും ഈ നിയമസഭാ സീറ്റുകൾ ചോദിച്ചു വാങ്ങുന്നത്. കേരളത്തിൽ സഖ്യകക്ഷികൾക്ക് കുറച്ചുകൂടി നിയമസഭാ സീറ്റുകൾ കൊടുക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് കാര്യങ്ങൾ അവലംബിക്കും. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. 25-ൽ നിന്ന് നേരെ 46 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് ആദ്യ വട്ട തീരുമാനം. ഏറ്റവും കുറഞ്ഞ പക്ഷം 40 സീറ്റെങ്കിലും കിട്ടണം. കാരണം 52ഓളം ഇടത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നില നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയും. അത് പക്ഷേ മുന്നണിയുടെ രീതിയിലുള്ള നേട്ടമാണ് എന്നൊക്കെ അവകാശപ്പെട്ടാലും മുന്നണി പോരാട്ടമല്ല നയിച്ചതെങ്കിൽ DMKയ്ക്ക് പല സീറ്റുകളും നഷ്ടമാകുമായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അന്ന് കോൺഗ്രസ് പലയിടത്തും തകർന്നടിഞ്ഞപ്പോഴും 44 സീറ്റുകൾ മാത്രമാണ് കേന്ദ്രത്തിൽ കിട്ടിയതെങ്കിൽ പോലും DMKയ്ക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല. അഹങ്കാരം ആപത്താണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്റ്റാലിന് കൃത്യമായിട്ടുള്ള ഒരു താക്കീത് കൂടിയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്.